ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SIRമായി ബന്ധപ്പെട്ട് ASD ലിസ്റ്റ് ഒഴിവാക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നമ്മളുടെയൊക്കെ പേരുണ്ടോ, അപേക്ഷകൻ്റെ പേരുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒഴിവാക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് ഈ ഗൂഗിൾ ക്രോമിലേക്ക് വരാം. അവിടെ ഉബുണ്ടു ജാലകം ബ്ലോഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിസൾട്ടാണ്. ആ റിസൾട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലെ ആദ്യത്തെ ആ ഒരു റിസൾട്ട് തന്നെ SIR 2025 അപ്ഡേറ്റ്സ് എന്നുള്ള ആ ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ASD ലിസ്റ്റ് എന്നത് കാണാം. ഈ മരണപ്പെട്ടവർ, താമസം മാറിയവർ, ഇരട്ട വോട്ടുള്ളവർ, ഇങ്ങനെയുള്ള ആളുകളെയാണ് സാധാരണഗതിയിൽ ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആ ലിസ്റ്റാണ് ASD ലിസ്റ്റ് എന്ന് പറയുക. ഇനി അബദ്ധവശാലോ അല്ലെങ്കിൽ ശ്രദ്ധയിൽ വരാത്തത് കൊണ്ടോ അപേക്ഷകൻ അവിടെ ജീവിച്ചിരിക്കെ തന്നെ ഈ ലിസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി ASD ലിസ്റ്റ് എന്ന് കാണുന്ന ഈ ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ജില്ല സെലക്ട് ചെയ്യുക, അസംബ്ലി സെലക്ട് ചെയ്യുക, പാർട്ട് നെയിം ഏതാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന SIR ഫോമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ക്രമ നമ്പർ, ഭാഗം നമ്പറും അതുപോലെ ഏത് ബൂത്താണ് ആ ബൂത്തിൻ്റെ നമ്പർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ആ ലഭിച്ച പാർട്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പാർട്ട് നെയിമും കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ASD എന്നൊരു ലിസ്റ്റ്, ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലിസ്റ്റ് ഡൗൺലോഡായി വരും. ഇവിടെ നമുക്ക് നോക്കിക്കാണാം ഈ ആളുകളിലേക്ക് തന്നെ പേര് ആ ഒരു ബൂത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഈ ലിസ്റ്റിൽ നമ്മളുടെ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുകൂടെ നിർബന്ധമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്.